ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് എന്താണ് പരിപാടി എന്നല്ലേ? ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം തന്നെ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കാൻ പോകുന്നത്. അതായത് നമുക്കിപ്പോൾ ഭയങ്കര പാടല്ലേ, മീനൊന്നും കിട്ടുന്നില്ല, പിന്നെ ഇറച്ചിയൊക്കെ കിട്ടുന്നുണ്ട് ചില സമയത്ത്. ഇത് എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പല ഡിസ്ട്രിക്റ്റിലും ട്രിപ്പിൾ ലോക്ക്ഡൗണും അല്ലാതെ ലോക്ക്ഡൗണും കുറേ കണ്ടെയ്ൻമെൻറ്റ് സോണായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റലായിട്ടുള്ള കാര്യങ്ങൾ, മീൻപിടുത്തവും കാര്യങ്ങളുമൊക്കെ കുറവല്ലേ. അപ്പോൾ അത് കാരണം മാർക്കറ്റ് ഏരിയയിൽ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ മുട്ടയുടെ ഉപയോഗം നമുക്ക് കൂട്ടാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? മുട്ട അവിയൽ. അപ്പോൾ മുട്ട റോസ്റ്റ്, മുട്ടക്കറി, ഇങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. ഞാൻ എഗ്ഗ് വെച്ചിട്ട് ബട്ടർ പനീർ മസാല നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോസ് നമ്മളുടെ പ്ലേലിസ്റ്റ് നോക്കിയാൽ കിട്ടും, നിങ്ങൾക്ക് അതും ചെയ്ത് നോക്കാം. അത് പക്ഷേ ചോറിൻ്റെ കൂടെ പറ്റിയ കറിയല്ല, അത് കൂടുതലും ചപ്പാത്തി, നാൻ, അങ്ങനത്തെ പൊറോട്ട, ദോശയ്ക്കൊക്കെ കൊള്ളാം. പക്ഷേ ഇതെന്താ വെച്ചാൽ മുട്ട അവിയൽ ചോറിൻ്റെ കൂടെ പറ്റിയതാണ് മുട്ട അവിയൽ. അപ്പോൾ ഇത് ഞാൻ അരിഞ്ഞിട്ടില്ല, അരിഞ്ഞു തുടങ്ങാം. ഓക്കെ, അപ്പോൾ 2 സവാള വേണം, ഇടത്തരം ഒരു വലിയ മുരിങ്ങയ്ക്ക, പിന്നെ പച്ചമുളക് 3 മുതൽ 4 ആകാം, ചെറുതാണെങ്കിൽ 4 ആകാം, എരിവുള്ളതാണെങ്കിൽ 3 ആയാലും മതി. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രം സ്പെഷ്യൽ തൊണ്ടൻ മുളക്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടില്ലല്ലോ, സാരമില്ല. അപ്പോൾ പച്ചമുളക് 4 എണ്ണം ചേർത്താൽ മതി. പിന്നെ ഉരുളക്കിഴങ്ങ് 2 വലിയ ഉരുളക്കിഴങ്ങ്, പിന്നെ മുട്ട 5, 3, 4, 5, ഇപ്പോൾ 6 എണ്ണം ഉണ്ട്. 5 6 ഇഷ്ടത്തിന് ചെയ്യാം. ഓക്കെ, അപ്പോൾ സവാള എല്ലാം നീളത്തിനാണേ. രണ്ടെണ്ണം. പിന്നെ അതുപോലെ തൊണ്ടൻ മുളക് ദേ ഇങ്ങനെ 2ആയിട്ട് മുറിച്ച് വെച്ചാൽ മതി. പിന്നെ പച്ചമുളകും അതുപോലെ 2ആയിട്ട് പിളർന്നെടുക്കണം. എന്നിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് മുറിച്ചിടാം. കുറച്ച് നീളം കൂടുതലാണെങ്കിൽ ഒരു കുറുകെ നടുകയും കുറുകയും ഇങ്ങനെ ആയാലും കുഴപ്പമില്ല. പച്ചമുളക്, തൊണ്ടൻ മുളക് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഉള്ളി, പച്ചമുളക് മുതലായ കട്ടിങ് കഴിഞ്ഞു. ഇനി അടുത്ത മുരിങ്ങയ്ക്ക. വലിയ മുരിങ്ങയ്ക്കാണെങ്കിൽ 1 എണ്ണം മതി. ഇത് ഇത്രയും നീളമുണ്ട്. പക്ഷെ ചെറുതാണെങ്കിൽ 2 എണ്ണം എടുത്തോളൂ. അതിങ്ങനെ നീളത്തിന് തന്നെ. അതും ഖനം കുറഞ്ഞ ഭാഗത്ത് വരുമ്പോൾ 2ആയിട്ട് മുറിക്കണം, നിർബന്ധമില്ല, വെറുതെ ഇട്ടാൽ മതി. ഓക്കെ, മുട്ട പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ക്യൂട്ട് സാധനത്തിന് ഞാൻ എടുക്കാൻ പോകണം. നമ്മുടെ പൊട്ടറ്റോയെ ഒന്ന് പീൽ ചെയ്യണം. പൊട്ടറ്റോ പീൽ ചെയ്യാൻ ഞാൻ എൻ്റെ പൊട്ടറ്റോ പീലറാണ്. പൊട്ടറ്റോയുടെ ദേ നോക്കിയേ, ഇതെങ്ങനെയുണ്ട്? ഇത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നേരത്തെ, കണ്ടില്ലേ? ഈ ഉരുളക്കിഴങ്ങിൻ്റെ പീലർ വെച്ച് ഉരുളക്കിഴങ്ങിനെ പീൽ ചെയ്യാം. അപ്പോൾ ക്യൂട്ടായിരിക്കും. അപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം പീൽ ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മളതിനെ നീളത്തിലുള്ള പീസസ് ആയിട്ടാണ് മുറിക്കുന്നത്. ഒരുപാട് ഖനം കുറച്ചിട്ടല്ല, ഇച്ചിരി കുറച്ച് വീതിയുള്ള നീളമുള്ള പീസസ്. ഇതിങ്ങനെ നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം, അല്ലെങ്കിൽ കറുത്തു പോകും. ചരിച്ച് വെട്ടിയാൽ മതി. അപ്പോൾ കറക്റ്റ് വീതി നീളമൊക്കെ കറക്റ്റായിരിക്കും. അപ്പോൾ നമ്മുടെ അരിയൽസ് എല്ലാം കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പാത്രം വെച്ചിട്ട് തുടങ്ങാം. ഓക്കെ, നമ്മളുടെ മുട്ട അവിയൽ എങ്ങനെയാണെന്ന് നോക്കട്ടെ. അപ്പോൾ ആദ്യം നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ പീസസാണ് ഇടുന്നത്. ഉരുളക്കിഴങ്ങിൻ്റെ പീസസ് നോക്കിയാൽ അതിൻ്റെ സൈസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിനകത്തേക്ക് പിന്നെ ബാക്കിയിരിക്കുന്ന വെജിറ്റബിൾസ്, അതായത് നമ്മുടെ മുരിങ്ങയ്ക്ക, സവാള, ഇതെല്ലാം ഇടുന്നു. തൊണ്ടൻ മുളകും പച്ചമുളകും. അപ്പോൾ പച്ചമുളക് ശരിക്കും പറഞ്ഞാൽ 4 വലുത് എടുക്കുകയാണെങ്കിൽ ഒരു 3 എണ്ണം ഇപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ഇടാം മുറിച്ച്. 1 എണ്ണം നമ്മൾ അരപ്പിൻ്റെ കൂടെ അരയ്ക്കാനായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് ഇനി നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. 1 കപ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ ഇനി വേണമെങ്കിൽ പിന്നെ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. സാധാരണഗതിയിൽ ഇതിൽ പച്ചമുളകിൻ്റെ എരിവാണ് കൂടുതലായിട്ട് നിൽക്കേണ്ടത്, അതുകൊണ്ട് തന്നെ ഇതിനൊരു യെല്ലോ കളറാണ് വരുന്നത്. പക്ഷേ ഞാനൊരു ചെറിയ ഇംപ്രവൈസേഷൻ നടത്തുന്ന ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നു. മുളക് പൊടിയും കൂടി ചേർക്കുക. അത് ഒത്തിരി ഒരു യെല്ലോയിഷായി പോകാണ്ടിരിക്കുക. യെല്ലോ ആയിരിക്കുമെങ്കിലും ഒരു കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും. അതും കൂടി ചേർക്കുന്നു. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇനി പാത്രം ഒന്ന് അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കും.
അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നമ്മളുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വേകട്ടെ. ആവശ്യത്തിന് ഒരു 3/4 വേഗമാകുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. ഇടയ്ക്ക് ഒരു 2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം. ഓക്കെ, തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക, അടപ്പ് തുറന്ന് നോക്കുക, അങ്ങനെയൊക്കെ. പക്ഷേ സമയം കളയണ്ട, നമുക്ക് കുറച്ച് അരപ്പുണ്ടാക്കാം. അതായത് ഇതിലേക്ക് ആവശ്യമുള്ള അവിയലിന് ഉള്ള അരപ്പ്, തേങ്ങ ചിരകിയത് വെച്ചിട്ട്. അപ്പോൾ ഒരു തേങ്ങ ചിരകിയത് ഒരു 1.5 കപ്പ് അത്ര എടുക്കാം. അപ്പോൾ 1.5 കപ്പ് തേങ്ങ ചിരകിയതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ജീരകമാണ് ചേർക്കുന്നത്. നല്ല ജീരകമാണ്, നമ്മൾ എന്താ പറയുക, തോരനിലൊക്കെ അരയ്ക്കുന്ന ജീരകം. ജീരകത്തിൻ്റെ കൂടെ നമ്മൾ ഒരു പച്ചമുളകും കൂടി ചേർക്കാം. ഒരു പച്ചമുളകും, പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി. 1/4 ടീസ്പൂൺ അല്ലേ നമ്മൾ നേരത്തെ ചേർത്തത് ഈ നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ. അപ്പോൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ അരപ്പിന് ഇച്ചിരി ഒരു മഞ്ഞ നിറം ഉണ്ടാകും. ഇനി ഇത് ഒരു അവിയലിൻ്റെ പാകത്തിന് അരച്ചെടുക്കണം, തരിതരിപ്പായിട്ട്. തോരൻ പാകമല്ല, അവിയൽ പാകം. വെള്ളം ചേർത്തും അരയ്ക്കാം, വെള്ളം ചേർക്കാതെ വേണമെങ്കിലും ചതച്ചിങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ അരപ്പ് ഒരു നോക്കിയേ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, തരിതരിപ്പായിട്ട് ഒരു അവിയലിൻ്റെ പാകത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ വെള്ളം ചേർക്കാതെ അരച്ചു. പക്ഷേ നമ്മളിപ്പോൾ മിക്സിയുടെ ഒരു ബൗളുണ്ടല്ലോ, ആ ബൗൾ കഴുകി വെള്ളം ചേർക്കുന്നു. ഓക്കെ, അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഇച്ചിരി വെള്ളം ചേർത്ത് അരച്ചാലും കുഴപ്പമില്ല, 2 രീതിയിലും ചെയ്യാം. അടപ്പൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ ഇത്ര ആയിട്ടുണ്ട്, ഒരു ഹാഫ് കുക്ക്ഡ് ആയി കഴിഞ്ഞു. പക്ഷേ ഉരുളക്കിഴങ്ങിൻ്റെ വേഗ് നോക്കിയേ, ഒരല്പം കൂടി വേകാനുണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല. വീണ്ടും നമുക്ക് അടച്ചിടാം. അപ്പോൾ നമ്മളുടെ മുട്ട അവിയലിൻ്റെ കാര്യങ്ങൾ ഒരു സൈഡിൽ പ്രോസസ്സ് നടക്കുന്നു. ഇനി മുട്ട ചേർക്കണ്ടേ? മുട്ടയില്ലാതെ എന്ത് മുട്ട അവിയലല്ലേ? അപ്പോൾ പുഴുങ്ങിയ മുട്ട ഇവിടെ റെഡിയാണ്. ഇത് 5-നും ഒരു 6 ഉണ്ട്. അത് 4ആയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം, പിന്നെന്താ 2ആയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം. അപ്പോൾ 2 രീതിയിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ കട്ട് ചെയ്യാൻ പോകും, നോക്കിക്കോളൂ. അപ്പോൾ ഇത് നോക്കിയേ, മുട്ട ഞാനിങ്ങനെ 4ആയിട്ട് മുറിക്കുന്നുണ്ട്. ഒരെണ്ണം ഇങ്ങനെ 2ആയിട്ട്, 1-2 നമുക്ക് 2ആയിട്ടും മുറിച്ചിടാം. പക്ഷേ ഇത് പ്രശ്നമില്ല, ഇത് ഒരുപാട് ഇതെന്തായാലും ആ മഞ്ഞയും വെള്ളയും കൂടെ വേർപെട്ട് പോകും നമ്മൾ ഈ അവിയലാക്കി മാറ്റുമ്പോൾ. പക്ഷേ മുട്ടയുടെ മഞ്ഞ ഇങ്ങനെ കലങ്ങി പോകുന്നില്ല, അതിങ്ങനെ ഇളകി ഇതിൻ്റെ അടുത്തേക്കൊക്കെ കിടക്കും. പക്ഷേ ആ മുട്ടയുടെ ഒരു സ്വാദ് വരണമല്ലോ അവിയലിന്, അപ്പോൾ അതിന് ഇത് നല്ലതായിരിക്കും. ഇപ്പോൾ ഏകദേശം ഉരുളക്കിഴങ്ങും പിന്നെ മുരിങ്ങയൊക്കെ എല്ലാം ഒരു 3/4 വേഗമായി കഴിഞ്ഞു. ഉള്ളിയൊക്കെ എന്തായാലും വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് അരപ്പിട്ട് തുടങ്ങാം. അരപ്പിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കിക്കോളൂ. ഇങ്ങനെയാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്, തരിതരിപ്പായിട്ട്. ഒരു ഫൈൻ പേസ്റ്റ് അല്ല, അവിയലിൻ്റെ പാകം. നിങ്ങൾക്ക് അറിയാമല്ലോ അവിയലിൻ്റെ പാകം. തോരനെക്കാട്ടിലും കുറച്ചുകൂടി അരയണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ അരപ്പ് ഇതിനകത്തേക്ക് ചേർത്തിട്ട്, അരപ്പ് എന്തായാലും ഇച്ചിരി വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്തത്. എങ്കിലും എല്ലാം കൂടി ചേർത്ത് വീണ്ടും ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി കിടന്നിട്ടാണ് വേഗത. പിന്നെ ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. കറിവേപ്പില വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് വെക്കാം, ഐറ്റമുകളിൽ ലാസ്റ്റ് വേണമെങ്കിലും ചേർക്കാം. പിന്നെ അരപ്പ് അരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ അവസാന ഭാഗത്ത് ഈ കറിവേപ്പിലയും കൂടെ ചതച്ച് ചേർത്താലും നല്ലതാണ്. എന്തായാലും പാത്രം ഒന്ന് വീണ്ടും അടച്ചിടാം. ഇനി ഈ അരപ്പൊന്ന് നന്നായിട്ട് വേകട്ടെ, വെള്ളം കുറച്ചുകൂടി ഒന്ന് കുറുകും, അപ്പോൾ വറ്റി വരും ഏകദേശം. ഇപ്പോൾ അരപ്പും വെന്തിട്ടുണ്ട്, നോക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കാം. നോക്കിയേ, ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം വെന്തു, എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. അരപ്പ് ആവശ്യത്തിന് വെന്തു. ആഹാ, നല്ല മണം. പക്ഷെ മുട്ടയുടെ മണം വന്നിട്ടില്ല കേട്ടോ. മുട്ട അവിയലില്ല, മുട്ടയില്ലാതെ എങ്ങനെ മുട്ടയുടെ മണം വരുന്നേ? വരില്ലല്ലോ. ഇതല്ലാത്തൊരു അവിയലിൻ്റെ മണം വരുന്നുണ്ട്. അപ്പോൾ പ്യുവർ വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർക്ക്, മുട്ട പോലും കഴിക്കാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ ഈ രീതിയിലൊരു അവിയൽ ഉണ്ടാക്കാം, ഉരുളക്കിഴങ്ങും മുരിങ്ങയ്ക്കയും മാത്രം ഇട്ടിട്ട്. ഇനി ഉപ്പൊരല്പം കൂടി ചേർക്കാം, കുറച്ച് കുറവുണ്ടാവും, നമ്മൾ കുറച്ചല്ലേ ചേർത്തുള്ളൂ. എല്ലാ പീസസും വെന്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു സ്റ്റേജിൽ ഒരല്പം പുളി വേണമല്ലോ. അപ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് ഒരല്പം നമ്മൾ ചേർക്കാൻ പോണത് തൈര്. ഓക്കെ, ഉടച്ച് വെച്ചിട്ട് ചേർക്കാം. ഒരു 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ആകാം. പുളി നോക്കിയിട്ട് ചേർക്കുക, അതല്ലെങ്കിൽ പച്ചമാങ്ങ ചേർത്താലും നല്ലത്.
ഇത് അധികം പുളിയില്ലാത്ത തൈരായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം, എനിക്ക് കുഴപ്പമില്ല. പുളി നോക്കിയിട്ട്, ഭയങ്കര പുളിച്ചതാണെങ്കിൽ അത്രയും ചേർക്കണ്ട. നോക്കിയല്ലോ, ഇച്ചിരി ഉപ്പൊട്ടും കൂടെ കുറവുണ്ട്. ഞാൻ ഉപ്പ് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ കാണുന്നില്ലാതേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ കറക്റ്റാണ്. മുട്ടയുടെ പീസസ് ഇടുന്നു. ഇതും കൂടെ വന്നാലേ മുട്ട അവിയലാകുള്ളൂ കേട്ടോ. കുറച്ചൊക്കെ ഉടഞ്ഞ് ഇതിൻ്റെ അകത്തേക്ക് പോകും, അതൊന്നും കാര്യമാക്കണ്ട, എന്നാലേ ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് ഇറങ്ങി വരുള്ളൂ. കുറച്ചെല്ലാം ഇങ്ങനെ മിക്സ് ആകും, കാര്യമാക്കണ്ട. കഴിക്കുമ്പോൾ ഇതെല്ലാം കൂടി യോജിച്ച് കിട്ടും. മുട്ടയുടെ മഞ്ഞ അങ്ങനെ ഉടഞ്ഞൊന്നും പോകത്തില്ല, ഇതിൻ്റെ കൂടെ ഇങ്ങനെ മിക്സായി കിടന്നോളും. മുട്ട മഞ്ഞയായിട്ട് തന്നെ കിടക്കും. വീണ്ടും ഒന്ന് അടച്ചിടാം. ഓക്കെ, ദേ ഇപ്പോൾ നമ്മൾ മുട്ടയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒരു 5-6 മിനിറ്റ് സമയം കഴിഞ്ഞു. ഇനി തുറന്ന് നോക്കാം. അപ്പം മുട്ടയുടെ ടേസ്റ്റും കൂടെ ഇറങ്ങിയിട്ടുണ്ടാവും. മുട്ടയുടെ ടേസ്റ്റും കൂടെ ഇറങ്ങട്ടെ. 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കറിവേപ്പില അതിങ്ങനെ മുഴുവനോടെ ഞാൻ മുറിച്ചിടുകയാണ്. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ വരെ ആകാം പച്ച വെളിച്ചെണ്ണ. ഇപ്പോൾ റെഡിയാണ്. ഇനി ഇരുന്നൊന്ന് വറ്റും. ആ ചൂടോടുകൂടി എടുത്ത് വയ്ക്കുമ്പോൾ ആ ഇരുന്നൊരു വറ്റലുണ്ടല്ലോ, അതും കൂടി കിട്ടും. അപ്പോൾ അവിയലിൻ്റെ ആ ഒരു പാകം കാണുന്നുണ്ടല്ലോ. ആ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ടേസ്റ്റ് ഇറങ്ങി. ആഹാ, നല്ല മണവും. എൻ്റെ അമ്മേ, നല്ല മണം, നല്ല മണം, നല്ല മണം. കണ്ടല്ലോ, മുട്ട അവിയൽ ഇസ് റെഡി. നമ്മൾ ഈ ചട്ടിയിലൊക്കെയാണ് വയ്ക്കുന്നതെങ്കിൽ, നാടൻ ചട്ടിയിലൊക്കെയാണ് വയ്ക്കുന്നതെങ്കിൽ ആ ചട്ടിയോടുകൂടി അടച്ചങ്ങ് വെച്ചാൽ മതി. ഇരുന്ന് അങ്ങോട്ട് വറ്റിയിരിക്കും ആവശ്യത്തിന്. വറ്റി മീൻസ് ഭയങ്കര ഡ്രൈ അല്ല, ഒരു കുഴമ്പ് പോലെ ഇങ്ങനെ പൊതിഞ്ഞിരിക്കണം ഒന്ന്. അപ്പോൾ മുട്ട അവിയലിനെ ഞാൻ എന്താ ചെയ്തതെന്ന് നോക്കിക്കോളൂ. ഞാൻ അതേപോലെ ആ പാത്രത്തിൽ അങ്ങ് വെച്ചിരിക്കുമായിരുന്നു ഇത്ര നേരം, ഇളക്കി മാറ്റിയില്ല. തണുക്കാനായിട്ട്, ഒരുവിധം തണുക്കാനായിട്ട്. നിങ്ങളൊരു മൺചട്ടിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ചട്ടിയിൽ തന്നെ വെച്ചിരുന്നാൽ ആ ഒരു സ്വാദോടുകൂടി ഇങ്ങനെ വറ്റിയിരിക്കില്ല. അതുപോലെ നോക്കി ഒരല്പം ചാറുണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം നന്നായിട്ട് വറ്റി ഒരു കുഴമ്പ് പാകം പോലെ ഇതിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നു. മിനി പാത്രത്തിലേക്കൊന്ന് മാറ്റാം, നോക്കിക്കോളൂ. അപ്പോൾ ഇനി പ്രധാനപ്പെട്ട ഭാഗത്തെത്തിയിരിക്കുകയാണ്. എന്താണ് ടേസ്റ്റ് ചെയ്ത് ഞാൻ പറയണ്ടേ, എന്താണ് അതിൻ്റെ ഒരു സ്വാദെന്ന് പറയാം. ഓക്കെ, നോക്കിക്കോളൂ. വെറുതെ കറി കഴിച്ച് രുചി പറയുകയാണ് കേട്ടോ. ആഹാ, നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ വളരെ വളരെ ഗംഭീരമായിരിക്കും. എരിവ് ഇച്ചിരി കുറവാണ്, ഓവറല്ല, ഒരു മോഡറേറ്റ് എരിവേ ഉള്ളൂ. നിങ്ങൾക്ക് അതിൻ്റെ എരിവ് വേണമെങ്കിൽ കൂട്ടാം. ഞാനിപ്പോൾ എല്ലാം കൂടി ചേർത്തൊരു 4 പച്ചമുളക് 2 തൊണ്ടൻ മുളകുമാണ് ചേർത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് 4-5, എനിക്ക് തോന്നാം എൻ്റെ പച്ചമുളകിന് അത്ര എരിവില്ലായിരുന്നു. വേണമെങ്കിൽ എരിവനുസരിച്ചിട്ട് 4-5, എരിവ് കുറവാണെങ്കിൽ 5 എണ്ണം വരെ ചേർക്കാം കേട്ടോ, കുഴപ്പമില്ല. എന്തായാലും ഉഗ്രനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇപ്പോഴത്തെ സമയത്ത് പ്രത്യേകിച്ചും. അപ്പം മുട്ട പോലും കഴിക്കാത്ത ആൾക്കാർക്ക് മുട്ട ഒഴിവാക്കി ബാക്കി എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ഒരു ഉരുളക്കിഴങ്ങ് മുരിങ്ങയ്ക്ക അവിയൽ പോലെ ഇതുണ്ടാക്കാം. ഓക്കെ, അപ്പോൾ സന്തോഷം. അപ്പോൾ ഈ ഒരു വിഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒരു ലൈക്ക് തരണം, നല്ലൊരു കമൻറ്റ് എഴുതുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.